നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് അല്ലേ? ഞാനേ 3 ദിവസമായി ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ഈ മഴയും പിടിച്ച് ഈ വലിയ സെയിലൊന്നും ഇല്ലാതിരിക്കുന്ന ഓഫ് സീസൺ ആയിട്ടുള്ള കാലത്ത് എന്തുവാ പരിപാടിയും ചോദിച്ചാൽ എനിക്ക് മാത്രം കുത്തിയിരിക്കാൻ നേരമില്ല. അത് എന്തുവാണോ എന്തൊക്കെയോ പരിപാടി. എല്ലാ ദിവസവും വീഡിയോ പിടിക്കുന്ന സമയമാകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരും. പിന്നെ ഇച്ചിരി വയ്യായികകളും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് നീണ്ടു പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്ന ഒരു സാരി കാണിക്കാം. ഇപ്പം ഞാൻ ഉടുത്തുള്ള ഫോട്ടോ ഇതിൻ്റെ കൂടെ കാണാം കേട്ടോ. നിങ്ങൾ പണ്ടൊരിക്കൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് കല്യാണി കോട്ടൻ്റെ. ഇനി അങ്ങോട്ടുള്ള ടൈമിൽ ഏറ്റവും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ള സാരികളിലൊന്നാണിത്. കണ്ടോ, ഓണം സീസൺ പ്രമാണിച്ച് പോകുന്ന സാരി. ഞാൻ ഉടുത്തേക്കുന്ന സാരി കണ്ടോ, ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന വേറെ റെഡിമെയ്ഡ് ബ്ലൗസാണ്. നമ്മൾ അടുത്ത് കാണിച്ചിട്ടില്ലാത്ത ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ്. കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ സാരി ബ്ലൗസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് ഞാൻ കാണിച്ചായിരുന്നു. ഇങ്ങനെ കയ്യിൽ ഈ ഒരു എംബ്രോയിഡറി വർക്കുള്ള ഇത് ഇതുവരെ വീഡിയോയിൽ വന്നിട്ടില്ല. ഈ ബ്ലൗസ് വീഡിയോയിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഈ സാരിയാണ് നമുക്ക് കേരള സാരിയായിട്ട് ട്രഡീഷണൽ സാരിയായിട്ട് കൊടുക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ മുന്താണി വരുമ്പം സൈഡ് മുഴുവൻ റെഡ്, അത് അങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈലിങ്. ഇത് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഞാൻ ഉടുത്തേക്കുന്ന വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ബുട്ട ബോഡിയുടെ ഇത്രയും ഭാഗത്ത് വരും. പക്ഷെ ഞാൻ ഉടുത്തേക്കുന്നതിൻ്റെ ഇൻസൈഡ് ബ്ലൗസ് ഉണ്ടായിരുന്നു. ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇട്ടേ, ഇതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ലല്ലോ ഇട്ടേ. അപ്പം ഇതിൻ്റെ ഇൻസൈഡ് ബ്ലൗസിൻ്റെ പാർട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഉടുത്ത് വരുമ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു ബുട്ട വരത്തില്ല. കാരണം ബ്ലൗസിൻ്റെ അത്രയും ലെങ്ത്തും കൂടെ കൂടിയല്ലേ സാരിക്ക് കിടക്കുന്നത്. ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയാണ് സാരി. ഇഷ്ടമുള്ളവർ ചോദിച്ചോളുക. ഇപ്പം വിദേശത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇപ്പം ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. ഒത്തിരി പേർക്ക് ഇപ്പോഴേ ഓണത്തിൻ്റെ കാര്യങ്ങൾ എൻക്വയറി നടത്താൻ തുടങ്ങി, വാങ്ങിക്കാൻ തുടങ്ങി, പർച്ചേസ് ഞങ്ങളുടെ സാധനങ്ങൾ കയറി പോകാൻ തുടങ്ങി. ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ചോദിച്ചാൽ നമുക്ക് ഈ സാരിയൊക്കെ അവൈലബിൾ. സൂപ്പർ സാരിയാണ്. ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ. ഇതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു കോട്ടൺ സിൽക്കി കോട്ടൺ ആയിട്ടുള്ള ഒരു സ്റ്റഫാണ്. സ്റ്റാർച്ച് ഒന്നും ചെയ്യുന്നല്ല, നല്ല സോഫ്റ്റാണ്. എന്നാൽ മൽമൽ കോട്ടൺ പോലെ ഭയങ്കര ഇത് ഒട്ടും സ്റ്റാർച്ച് ഇല്ലാതെ കിടക്കുന്ന ആ ഒരു ഇതല്ല, കറക്റ്റാണ്. അതായത് സിൽക്ക് ബ്ലെൻഡഡ് ആണ് ഇതിൻ്റെ വീവിങ് എന്ന് പറയുന്നത്. സിൽക്കും കോട്ടണും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള വീവിങ് ആണ് ഇതിന് പോയിരിക്കുന്നത്. നല്ല ട്രഡീഷണൽ കേരള സാരി, ഫങ്ഷൻ സാരി ആയിട്ട് കൊടുക്കാം. അതിലെല്ലാത്തിനും ഒരു ബോഡിക്ക് ഭയങ്കര കംഫർട്ടുമാണ്. നല്ല ചേരുന്ന ആക്സസറീസും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇനി വേറൊരു സാരി, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഞാൻ 3-4 സാരി ഇന്ന് കാണിക്കുന്നുള്ളൂ. കാരണം സാരി ഉടുത്ത് കാണിക്കാമെന്ന് വെച്ച്. ഇതും നമ്മുടെ സെമി ഫങ്ഷൻ വെയർ അല്ല, സെമി സിൽക്ക് സാരിയാണ്. ഫങ്ഷൻ വെയർ സാരി ആയിട്ട് പോകുന്ന സാരിയാണ്. ഇതിൻ്റെ തന്നെ മഞ്ഞയും പച്ചയും ഉണ്ട്. ഞാൻ ഉടുത്തിരിക്കുന്നത് ഈ സാരിയാണ്. വേണ്ട, ഇതൊക്കെ ബഡ്ജറ്റ് റേറ്റ് ആണെന്ന് ഓർക്കണം. ഇപ്പോഴും ഞാനിപ്പോൾ ഈ സാരികൾ കാണിക്കുന്ന സാരീസ് എല്ലാം യൂണിഫോം ആയിട്ട്, അതായത് 1-ലധികം പീസ്, ഇതൊക്കെ ഞങ്ങൾ 100-ലധികം പീസുകളൊക്കെ ഇന്നലെ അയച്ചു കഴിഞ്ഞു പലയിടത്തേക്കും. അപ്പം ഒത്തിരി പീസുകൾ വേണ്ടവർക്ക് ഇപ്പം നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് ഈ സാരികൾക്കെല്ലാം. അത് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് എബ്രോഡ് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിനെ ഇതാക്കിയാണ് പറയുന്നത്. ഒത്തിരി എൻക്വയറി വരുന്നതൊക്കെ ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും, അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ, അവിടെ ഫങ്ഷൻസുകൾക്ക് പറ്റുമോ. നമ്മുടെ പിന്നെ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് മാത്രമല്ല, ഇവിടെ ആണെങ്കിലും നമുക്ക് ബഡ്ജറ്റ് റേറ്റ് കിട്ടും. ശരിക്കും ഓണത്തിൻ്റെ പർച്ചേസ് നിങ്ങൾ ഇപ്പോൾ ഓണം ആകുമ്പോഴത്തേനും അല്ല നടത്തേണ്ടത്. ഓണത്തിലൊക്കെ ഇപ്പം എല്ലാ മാർക്കറ്റിലൊക്കെ ചെന്നാൽ, ഏത് വസ്ത്ര മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴാണ് കളക്ഷൻസ് ഉള്ളത്. എന്നാണെന്നറിയോ? അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോഴും കൂടെ സാധനം ഇപ്പം ഇറങ്ങുക വെച്ചാൽ റീറ്റെയിലേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയമായി ഇപ്പം. അപ്പോൾ ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഐറ്റംസ് കിട്ടും. ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉത്രാടപ്പാച്ചിൽ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം എല്ലാവരും നേരത്തെ പർച്ചേസ് ചെയ്ത് വെക്കും. അപ്പം നേരത്തെ പർച്ചേസ് ചെയ്താൽ നമുക്ക് നല്ല ഐറ്റംസ് കിട്ടും. നിങ്ങൾ ആ സമയമാകുമ്പോൾ നോക്കിയിരുന്ന ഏറ്റവും അവസാനം എല്ലാവരും പർച്ചേസ് ചെയ്തതിൻ്റെ തെരുകടേ കിട്ടുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ. ഇപ്പം മഴയാണ്, സീസൺ ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ വെളിയിലോട്ട് ചടങ്ങി കൂടി ഇരിക്കാനല്ലാതെ ഒന്നും തോന്നത്തില്ല. ഒരു യാത്രയൊക്കെ പോകാൻ ഫീൽ തോന്നും മഴ കാണാനുള്ള. അതിനപ്പുറത്തേക്ക് പിന്നെ മഴയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാർ. അത് അങ്ങനെ ഒരു വിഷമം. ഇതൊക്കെ മാറൂലേ? ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം മാറും, എല്ലാം തെളിയും, എല്ലാം സന്തോഷമാവും. അതിനപ്പുറം
അപ്പം നമ്മൾ ആ ഒരു കാര്യത്തെ ചിന്തിച്ച് ഇതിനെ അങ്ങ് വിചാരിച്ചങ്ങ് ഇരുന്നേച്ചാൽ മതി. അല്ലാതെ ഇപ്പോഴത്തെ മൂഡല്ല നമ്മുടെ ശരിക്കും. ഇപ്പോൾ ഈ നമുക്കൊരു മൂഡില്ല, മീൻസ് മഴയൊക്കെ കണ്ടു കഴിയുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ പോലും ഒരു തോന്നലില്ല. അപ്പോഴാണോ പർച്ചേസ് ചെയ്യുന്നത് നോക്കും. പക്ഷെ അങ്ങനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ചിലപ്പോൾ എനിക്ക് ഇതാണ് മുന്താണിയെ എനിക്ക് ചിന്തിക്കും ഇപ്പോഴൊക്കെ ആരെങ്കിലും പോയി പർച്ചേസ് ചെയ്യുമോ എന്നൊക്കെ. പക്ഷെ ഞാൻ പർച്ചേസിന് പോകുന്ന സമയം ഇതാണ്, എനിക്ക് സീസൺ ആകുമ്പം ഷോപ്പിലിരിക്കണം അല്ലേ. ദേ കണ്ട, ഇതാണ് ബ്ലൗസ്. ആ മറ്റേൻ്റെയും ബ്ലൗസ് അത് ഇത് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ബുട്ടായുള്ള കയ്യിൽ ബോർഡറുള്ള നല്ല ബ്ലൗസും നല്ല സാരി മങ്ങാൻ വെച്ച് എല്ലാ വർഷവും നമുക്ക് എന്നാ പറയുന്നത് 100 കണക്കിന് നമുക്ക് എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ പോകുന്ന സാരിയാണ് ഇത്. ചന്തേരിയുടെ സാരി, ചന്തേരി കോട്ടൺ, നല്ല ഫങ്ഷൻ വേറെ. ഇത് ഞാൻ ഉടുത്തിട്ടുള്ളതുകൊണ്ടാണ്, ഞാൻ ഉടുത്ത് കാണിച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ അധികം ഒത്തിരി അതിനെപ്പറ്റി പറയാത്ത കേട്ടോ. എൻ്റെ മുന്താണി വരുമ്പോൾ ഉണ്ടല്ലോ, ഉണ്ടോ, ഇതാ മുന്താണി കണ്ടോ. അതിനെന്താ വെച്ചാൽ അതിൻ്റെ അറ്റത്താണ് ബ്ലൗസ്. ഞാൻ ഉടുത്തത് വേറെ രീതിക്കാണ് ഉടുത്തത്. ബ്ലൗസ് അറ്റത്തായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉടുക്കാൻ പറ്റത്തില്ല. അതിരുന്നുകൊണ്ട് ഞാൻ മറ്റേ വശമാണ് ഇവിടുത്തെ. ഇവിടെ വരും ബ്ലൗസ്, ഇത് മുന്താണി, ഇത് വരും ബ്ലൗസ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ട പോലത്തെ വൈറ്റ് ബ്ലൗസ് ഒത്തിരി പേര് വാങ്ങിച്ചല്ലോ. ഇതുണ്ട് ഇതുപോലത്തെ ഒക്കെ വൈറ്റ് ബ്ലൗസ്, ചെറിയ വർക്കുള്ള വൈറ്റ് ബ്ലൗസ് ഒക്കെ ഒത്തിരി പേര് വാങ്ങിച്ചു. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ എല്ലാ പ്രാവശ്യവും വരുന്നതിനകത്ത് വൈറ്റ് ബ്ലൗസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ഞാൻ പറയും ഈ ബ്ലൗസ് ഒന്ന് ഇട്ട് നോക്കിയാൽ വേറൊരു ഗെറ്റപ്പാണ്. ഇതിൻ്റെ ബ്ലൗസ് തന്നെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു എന്നാ പറയുക, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പാണ് കിട്ടുന്നത്. ഞാൻ ഇത്രയും സാരി ഉടുത്ത് ഒറ്റ ദിവസം ഒരേ സമയം ഒന്നിച്ച് ഒരെണ്ണം അഴിച്ച് വീണ്ടും എടുത്തു, ഒരെണ്ണം അഴിച്ച് അങ്ങനെ ഉടുത്തത്. പക്ഷേ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ഫീല് തോന്നിയത് ഇത് ഉടുത്തിട്ടാണ്. ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്, നല്ലൊരു എടുപ്പാണ്. ഈ കാണുന്ന മൊത്തം വീവിങ്ങാണ്, ബോഡിക്കും നല്ല ഇതാണ്. ഇങ്ങനെ വീവിങ് ആണെന്ന് പറഞ്ഞാൽ അങ്ങ് കണ്ടമാനം അങ്ങ് കുത്തിക്കൊള്ളുന്നോ അങ്ങനെയൊന്നുമില്ല. കുത്തിക്കൊള്ളുന്ന രീതിക്ക് അടിയിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അത് കൊള്ളുന്നില്ല. കാരണം ചന്തേരി സോഫ്റ്റ് ആയിട്ടുള്ള ആ ചന്തേരി കോട്ടൻ്റെ ആയതുകൊണ്ടായിരിക്കാം നല്ലൊരു സാരി ഇത്. ഇനി അതിൻ്റെ തന്നെ ഇനി ഞാൻ ഉടുത്തിട്ടില്ല, 2 റോസ് തന്നെ ആയതുകൊണ്ടേ ഞാൻ ഉടുക്കാഞ്ഞതാണേ. നമുക്കൊരു മടുപ്പില്ല അപ്പം, ഞാൻ ഒന്നാമതേ ഇച്ചിരി മടിച്ചാണല്ലോ. കണ്ടോ സിമ്പിളാണ് സാധനം, പക്ഷെ ഒരു ലുക്കാണ് അതിന്. ഇതിനുണ്ടല്ലോ സിൽവർ ബ്ലൗസോ വൈറ്റ് ബ്ലൗസോ നല്ല രസമാണ്. ഈ വൈറ്റ് ബ്ലൗസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങളാർക്കും ഇത് ചേരത്തില്ല. വൈറ്റ് ബ്ലൗസ് ചേരും, കാരണം ഏറ്റവും കോമ്പിനേഷനുള്ള 2 കളറുകളാണ് പിങ്ക് ആൻഡ് വൈറ്റ്. തമ്മിൽ ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ബോർഡറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് അതുമായിട്ട് മാച്ച് ആയിക്കോളും. കാരണം ഇതേ കൂടെ സിൽവർ ബോർഡർ, അപ്പോൾ സിൽവർ വർക്കാണ് നിറച്ചും പോകുന്നത്, മനസ്സിലായില്ലേ. ഈ സിൽവർ വർക്കും ഇതും കൂടെ തമ്മിൽ മാച്ച് ആയിക്കോളും, ഇത് തമ്മിലും കൂടെ മാച്ച് ആയിക്കോളും. ഭയങ്കര ഭംഗി, നല്ല ഒരു സിമ്പിൾ സ്റ്റാൻഡേർഡ് ലുക്കാണ്. റേറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 800 താഴെയാണ് എൻ്റെ ഓർമ്മ. ചന്തേരിയാണ് മെറ്റീരിയൽ. കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. സിമ്പിളായിട്ടുള്ള മുന്താണിയും കാര്യങ്ങളും ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും ഒക്കെ ഒത്തിരി നല്ലത്. ഓണത്തിന് നമുക്ക് കൊടുക്കാനാണെങ്കിലും നല്ല, ഡെയിലി പോകുന്നവർക്ക് നല്ലതാണ്. പിന്നെ ഈ സാരി ഞാൻ ഉടുത്തില്ല, ഇതൊരു സെമി സിൽക്ക് സാരിയാണ്. ഇപ്പം ഈ കാണിച്ചേക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരിയും നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് 10, 50, 100 വേണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. 50 വരെയൊക്കെ സ്റ്റോക്ക് തരാം, എപ്പോൾ വേണമെങ്കിലും തരാം എന്നുള്ള നിലയ്ക്ക് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇന്ന് കാണിക്കുന്ന സാരി ഗ്രൂപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോ. ഇത് കേസർ സിൽക്ക് എന്ന് പറയും, അങ്ങനെ ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതാണ് മുന്താണി വരുന്നത്. ഇതിന് ചേരുന്ന ഒരു ബ്ലൗസ് ഞാൻ സാരി ഉടുക്കുന്നെങ്കിൽ ഉടുക്കട്ടെ എന്നോർത്ത് എൻ്റെ പെൺപിള്ളേരെടുത്ത് വെച്ചാൽ ഇത് കണ്ടോ, പിസ്ത ഗ്രീൻ്റെ ഈ ബ്ലൗസ് നല്ല രസമായിരിക്കും. ഇതും കൂടി ഇട്ടാൽ എനിക്ക് മടുത്തേ, കുറേ എണ്ണം ഉടുത്തു കഴിഞ്ഞപ്പോൾ മടുത്തപ്പോൾ ഇത് ഉടുക്കുന്നില്ല. എന്നാൽ ആൾക്ക് ഇങ്ങനെ ഒരു സാരി കണ്ടോ, ഒരു സാരി, സിമ്പിൾ സാരി, ഇത്ര ഇങ്ങനെ ബോഡി ഇങ്ങനെ ഒരു ഇത് പ്ലെയിന് മുന്താണി ഇങ്ങനെ. ഇനി ഇതിൻ്റെ തന്നെ ബ്ലൗസ് ആണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും. ബുട്ട മീൻസ് ഇത് ഇതാണ്, വർക്കാണ്, അല്ലാതെ പ്രിൻ്റ് അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഇതിനകത്ത് ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഒത്തിരി എണ്ണമായിട്ട് വേണം, ഗ്രൂപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതിനകത്തെ വൈറ്റ് സാരി ഇല്ലേ, ഫസ്റ്റ് വൈറ്റ് കാണിച്ച സാരി, അത് നിങ്ങൾ സിംഗിൾ പീസ് ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, വൈറ്റിന് മാത്രം. ബാക്കിയൊക്കെ വേഗം തന്നെ വലിയ താമസമില്ലാതെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാത്തിനും 3 ദിവസം കഴിഞ്ഞിട്ടാണോ, ഇച്ചിരി ഒരു 2 ദിവസം എടുക്കും ഡെസ്പാച്ചിനെ. കാരണം
നമ്മളിത് യൂണിഫോം ആയിട്ട് ഉള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒത്തിരി പല സാധനങ്ങൾ. ഇപ്പം ഇങ്ങനത്തെ സാരി തന്നെ വാങ്ങിച്ചിട്ട് ഫ്രോക്ക്, സ്കേർട്ട്, ലാച്ച, ഇതെല്ലാം തയ്ക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഓണത്തിൻ്റെ വേണ്ടിയിട്ട് മാത്രമാണ് ഓണം വരുന്നത്. അതൊരു നല്ലൊരു പോസിറ്റീവ് സൈൻ. ആൾക്കാർ ഇപ്പോഴേ അങ്ങനെ മനസ്സിനെ അങ്ങനെ സെറ്റാക്കി. ഇത് കഴിയുമ്പോൾ ഓണം വരും, സന്തോഷം വരും, ഗ്രൂപ്പും കൂട്ടം ഗാദറിങ്ങും എല്ലാം വരും. നമ്മളിപ്പോഴത്തെ ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചാണെങ്കിൽ ഭയങ്കര ഡള്ളാണ്. ഇത് സാരമില്ല, ഈ പുലി പതുങ്ങുന്നത് പിന്മാറാനല്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.